ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൾ ഉഷ മോഹൻദാസ് സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ശേഷം നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ലല്ലോ, ഇത് ബൂത്തല്ലേ. പിന്നെ കൗണ്ടിങ് കഴിയട്ടെ. കൗണ്ടിങ്ങിനെ കുറച്ച് കൂടുതൽ നാൾ വെയിറ്റ് ചെയ്യണമല്ലോ. കൗണ്ടിങ് കൊട്ടാരക്കരയായിരുന്നില്ല ഇതിന് മുമ്പ് വോട്ട് ചെയ്തിരുന്നത്, ഇപ്പോൾ ഈ കോട്ടൺ ഹില്ലിലേക്ക് മാറിയല്ലേ ബൂത്ത്? കൊട്ടാരക്കരയായിരുന്നു ഇത്രയും വർഷം. 18 വയസ്സ് മുതൽ ഇത്രയും വർഷവും കൊട്ടാരക്കരയെ വോട്ട് ചെയ്തിട്ടുള്ളൂ. മിക്കവാറും എല്ലാ ഇലക്ഷനും അച്ഛനായിരുന്നു. ആ ഒരു സന്തോഷം ഇവിടെ കിട്ടുന്നില്ല. പത്തനാപുരത്ത് വിജയിക്കും? അയ്യോ, അത് പറയാൻ പറ്റില്ല. ജനങ്ങളുടെ കയ്യിലല്ലേ വോട്ട്. അതുകൊണ്ട് ജനം ഏത് രീതിയിൽ ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കൗണ്ടിങ് കഴിഞ്ഞ് മാത്രമേ പറയാൻ പറ്റൂ. അല്ല, അത്ഭുതങ്ങൾ സംഭവിക്കാം. പല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കാം. കെ പി ഗണേഷ് കുമാറിൻ്റെ മണ്ഡലം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ പോലും അദ്ദേഹം വിജയിച്ച് വരണമെന്നുള്ള ആഗ്രഹമാണോ? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ. അവിടുത്തെ ജനം തീരുമാനിക്കട്ടെ. നാടിന് നല്ലത് ചെയ്യുന്നതും അവിടെയായാലും കൊട്ടാരക്കരയായാലും ട്രിവാൻഡ്രത്തായാലും നാടിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ ജയിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ഉണ്ട്, അതുണ്ട്. ഒരു പുതിയ ഭരണമാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഞാൻ കൂടുതലും കാണുകയും ടി വി കൂടെ കാണുകയും ഒക്കെ ചെയ്യുമ്പോഴും അറിയുന്നത് ആ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ജനം എന്ന് തന്നെയാണ്. ബി ജെ പി കേരളത്തിൽ വലിയ അപ്രമാദിത്വം സൃഷ്ടിക്കുകയാണ്. എത്ര സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയാണ് കാണുന്നത്? അല്ല, സീറ്റ് എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ ജയിച്ചിരിക്കണം. അത് പ്രത്യേകം ട്രിവാൻഡ്രം ഏരിയയിൽ. പിന്നെ ബി ജെ പി ഈ പുതിയ ജനറേഷനൊക്കെ ഒരുപാട് പേര് ബി ജെ പിയിലുണ്ട്. അതുകൊണ്ട് വോട്ട് കൂടുതൽ കിട്ടും ബി ജെ പിക്ക്. കെ എൻ ബാലഗോപാലാണെങ്കിലും ഐഷ പോറ്റിയാണെങ്കിലും അങ്ങനെ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ നേതാക്കൾ വളരെ ഒട്ടനവധിയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മത്സരത്തേക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 2 പേര് ജയിച്ചാലും എനിക്ക് ഈക്വല. കാരണം കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണ്. അവിടെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണം. അവിടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആര് ചെയ്യുന്നോ അവർ ജയിക്കണം. ട്രെൻഡ് ആർക്കൊപ്പമായിരിക്കും ഇത്തവണ? ഒന്നും പറയാൻ പറ്റുന്നില്ല. കുറച്ച് ടൈറ്റാണ് കോമ്പറ്റീഷൻ, കുറച്ച് ടൈറ്റായിരിക്കും. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. നിയമത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജയം തോൽവി നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ മാർജിനായിരിക്കും, ചിലപ്പോൾ വലിയ മാർജിനായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ബി ജെ പി ഒരുപാട് വോട്ട് സ്കോർ ചെയ്യും. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ട് അത് വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പല നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ബി ജെ പിയുടെ ഒരു അനുകൂല ഘടകമാണോ കാണുന്നത്? ബി ജെ പിക്ക് ഒരു അനുകൂല ഘടകമുണ്ട് ഈ 3 മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും. എന്ന് പറഞ്ഞാൽ ഞാൻ ബി ജെ പി ആണെന്നല്ല, ബി ജെ പിക്കൊരു നല്ല മോദി പ്രഭാവമാണോ? ഇല്ല, മൊത്തത്തിലില്ല. ഈ ബി ജെ പി കുറച്ച് ട്രിവാൻഡ്രത്ത് പ്രത്യേകിച്ചും ഒരു ബി ജെ പി തരംഗമുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാരുടെ ഒരു വരവ് ബി ജെ പിയിലാണ് കൂടുതലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പാർട്ടി ഇപ്പം യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ അവർക്ക് മാറ്റം ഉണ്ടാവില്ല. അവരങ്ങനെ തന്നെ നിൽക്കും. ശശി തരൂർ ഇവിടെ വോട്ട് ചെയ്യാനായി വരുന്നുണ്ട്. അദ്ദേഹത്തിനെ കൂടെ കണ്ടിട്ടേ മടങ്ങുള്ളൂ. എന്താ? ശശി തരൂർ ഇവിടെ വോട്ട് ചെയ്യാനായി വരുന്നുണ്ട്. അദ്ദേഹത്തെ കൂടെ കണ്ടിട്ടേ മടങ്ങുള്ളൂ, അതോ ഇപ്പോൾ മടങ്ങും? ഞാനോട്ടനെ പോവാ. നിങ്ങൾ തന്നെ പിടിച്ചു നിർത്തിയത്. തീർച്ചയായും ഉഷ മോഹൻദാസ് നിലപാട് വ്യക്തമാക്കുകയാണ്. ആര് ജയിക്കുമെന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. പക്ഷേ അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ക്യാമറമാൻ പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.